ഇതിൽ വന്നിട്ട് മന്ത്രി വന്ന് ഓളെ നമ്മളെ വീട്ടിൽ പാവപ്പെട്ട നമ്മളെ അടുത്തേക്ക് വന്ന് ഇത് തന്നതിൽ ഭയങ്കര സന്തോഷം. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നമ്മുടെ വക ഒരു ചെറിയ സമ്മാനം. ടീച്ചറെ കണ്ടപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞു എനിക്കൊന്ന് റിയാസ്ഖനെ കാണണം, കണ്ടിട്ട് ഒരു സെക്കൻഡ് കൊടുക്കണം. റിയാസ് മിനിസ്റ്ററെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മിനിസ്റ്റർ അറിഞ്ഞിരുന്നില്ല. അതാണ് എനിക്ക് ഭയങ്കര സങ്കടമായത്. കാരണം ഞങ്ങൾ പലരോടും പറഞ്ഞു ഇങ്ങനെ മീനയ്ക്കൊന്ന് കാണണമെന്ന്. കാരണം ഇവിടെ അടുത്ത് വരെ സാറ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും കാണാനുള്ള അവസരം കിട്ടിയില്ല. അപ്പോൾ മിനിസ്റ്ററോട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞപ്പം പറഞ്ഞു ഞാൻ ഇന്നലെയാണല്ലോ അത് അറിയുന്നത്, ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇതിൻ്റെ മുമ്പേ പോവാമായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു മന്ത്രിനൊന്ന് കാണണമെന്ന്. അങ്ങനെ ഞാൻ ഓഫീസിലായിട്ട് അവരായിട്ട് ഞാൻ സമീപിച്ചപ്പോൾ അവരെനിക്ക് അതിനുള്ള അവസരം ഒരുക്കി തന്ന്. ഒരു പ്രാവശ്യം ഇവിടെ വന്ന് എന്നെ കണ്ട്, പക്ഷേ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം എന്നെ വന്ന് കണ്ട് എനിക്ക് ഒരു വീൽ ചെയർ തന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. നമ്മളെപ്പോലത്തെ ആളുകൾക്ക് ഇങ്ങനെ ഓരോ സഹായങ്ങൾ നമ്മളെ ഇതുവരെ ചെയ്യുമ്പോൾ തന്നെ അത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. പെരുന്നാളെ കുത്താറില്ലേ? പെരുന്നാളിന് കുടുംബക്കാരൊക്കെ വന്നില്ലേ? നമ്മുടെ വക ഒരു ചെറിയ സമ്മാനം. നോക്കണേ വന്നപ്പോ തോന്നിയതാ. ചായ പാടല്ലേ? അല്ല അതുകൊണ്ടല്ല, എനിക്ക് ദൂരത്തെത്താൻ. അല്ല നേരല്ല പോട്ടെ അല്ല അതിനെ കൊണ്ടല്ല, ദൂരത്തെത്താൻ നിങ്ങൾ കണ്ടു. അപ്പൊ പിന്നെ വിളിക്കാം കേട്ടോ. എൻ്റെ മോക്ക് ഈ ഒരു വീൽ ചെയർ തന്നതിന് ഒരുപാട് നന്ദി പറയാനുണ്ട്. കാരണം ഓൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു. പക്ഷെ ആ വീൽ ചെയർ ഒക്കെ കിട്ടി, ആദ്യത്തെ വരുന്ന് കിട്ടിയിരുന്നു. പക്ഷെ അത് കേട് വന്നിട്ടൊക്കെ ഒരുപാട് വിഷമിച്ചിന് അവള്. ആ പ്രയാസങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് വേദന ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഈ ഇതിൽ വന്നിട്ട് മന്ത്രി വന്ന് ഓളെ നമ്മളെ വീട്ടിൽ പാവപ്പെട്ട നമ്മളെ അടുത്തേക്ക് വന്ന് ഇത് തന്നതിൽ ഭയങ്കര സന്തോഷം. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല.